ഇന്നത്തെ വീഡിയോ മൈസൂർ സ്ഥിതി ചെയ്യുന്ന പയാന മ്യൂസിയത്തിലെ കാഴ്ചകളെക്കുറിച്ചാണ്. ഇവിടെ വിൻറ്റേജ് കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട്. ധർമ്മസ്ഥലയുടെ പരമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയുടെയാണ് ഒരു വിഷനാണിത്. പുള്ളിയുടെ കാറ് തന്നെയാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. നവരാത്രിയും ദസറയൊക്കെ പ്രമാണിച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന എവല്യൂഷൻ ഓഫ് കാർട്ട്, അതായത് വീലുകളുടെ ഒരു തടി വീല്, പിന്നെ കുറച്ചും കൂടെ വലിയ വീലുകൾ, അങ്ങനെ വീലുകൾ ഇങ്ങനെ പുരോഗമിച്ച് അവസാനം അത് ടയറുകളായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കാർബറേറ്ററുകൾ, ഡൈനാമോ, ടെർബോ ചാർജർ, മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, 4 സ്ട്രോക്ക് എൻജിൻ, 2 സ്ട്രോക്ക് എൻജിൻ, ഇങ്ങനെ പല കാർബറേറ്ററുകൾ, ഇതൊക്കെയാണ് അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ട്. പിന്നെ ഇതൊരു ചേസാണ്. ഇതൊരു എൻജിൻ ആണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് കാറുകളെക്കുറിച്ച് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഇതവിടെ എഴുതി വെച്ചിട്ട് പറയുന്നതാണ്. റോൾസ് റോയ്സിൻ്റെ 1924 മോഡൽ കാറാണ്. 50 ഹോഴ്സ് പവറും കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നതും ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും പ്രൗഢിയുടെ പ്രതീകമായിട്ടുള്ളൊരു കാറാണ്. പിന്നെ കാണുന്നത് ആദ്യം ഉപയോഗിച്ചിരുന്ന കാളവണ്ടികളും അതിൻ്റെ ഇങ്ങനെ പുരോഗമിച്ച് ഇങ്ങനെ കാറുകളായിട്ട് ഇത് പല്ലക്ക് 22ഓളം കാറുകൾ താഴത്തെ ഫ്ലോറിൽ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാറുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാക്കിയെല്ലാം ജസ്റ്റ് നിങ്ങൾ കണ്ടുപോവുക. ഇതെല്ലാം ഫിയറ്റിൻ്റെ ഓരോ മോഡലുകളാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു വിശിഷ്ട അതിഥിയാണ്. നമ്മൾ മഹാത്മാഗാന്ധി കർണാടകയിൽ വന്നിരുന്നപ്പോൾ ഈ വാഹനം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് സ്റ്റുഡിബേക്കർ പ്രസിഡന്റ് 8 US മോഡലാണ്. ഇത് ഏകദേശം 120 km/h ആണ്. നല്ല കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു വാഹനമാണ്. ഇത് ഫിയറ്റിൻ്റെ 521 ആണ്. 1928 മോഡലാണ്. ഇനി അങ്ങനെ ഇതേപോലെ ഫിയറ്റിൻ്റെ പല വേരിയൻസും നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്ത ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ബൈക്കുകളുടെയും അതേപോലെ വെസ്പ, ബജാജ്, പിന്നെ അതേപോലെ യമഹ, എൻഫീൽഡ്, ബുള്ളറ്റ്, ഇങ്ങനെയുള്ള സ്കൂട്ടേഴ്സിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ഒരു വിൻറ്റേജ് കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പല വണ്ടികളും നമുക്കിവിടെ കാണാൻ കഴിയും. അതും ഒരു നല്ലൊരു അട്രാക്ഷനായിരുന്നു. ഇത് സിട്രോൺ എന്ന കമ്പനിയുടെ ഒരു ഫ്ലോട്ടിംഗ് സസ്പെൻഷൻ കാറാണ്. ഇതൊരു ഫ്രഞ്ച് കാറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറുകളാണ്. ഹിന്ദുസ്ഥാൻ 14, ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ തുടങ്ങിയ ഗ്രൂപ്പിൽപ്പെട്ട കാറുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അംബാസിഡറൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാറുകളാണ്.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റെനോൾട്ട് എന്ന കമ്പനിയിലെ ഒരു കമ്പനിയുടെ കാറാണ്. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിൻറ്റേജ് ഫീല് നമുക്ക് തരുന്ന ഒരു ടൈപ്പ് കാറാണ്. ഇനി കാറിൻ്റെ എൻജിൻ സൈസിലും പെർഫോമൻസിലും മാത്രമല്ല അതിൻ്റെ ഡിസൈനിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് കാണിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് ഇതിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെവറോലെറ്റിൻ്റെ ബെൽ എയർ 1955 മോഡലാണ്. ഇതും നല്ലൊരു അടിപൊളി കാറാണ്. ഇത് സ്റ്റുഡിബേക്കറിൻ്റെ ഒരു ഡിസൈനാണ്, ഒരു മോഡൽ കാറാണ്. നമ്മളിപ്പോൾ കാണുന്ന രണ്ടാമത് സ്റ്റുഡിബേക്കറിൻ്റെ കാറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മിക്ക വിൻറ്റേജ് കാർസിനും നല്ല വെറൈറ്റി കളേഴ്സാണ്. പിന്നെ അതിനകത്തുള്ള ലോഗോസൊക്കെ നല്ല അടിപൊളി ലോഗോസാണ്. ഇത് 1960 മോഡൽ ഒരു കാറാണ്. അങ്ങനെ നിരവധി കളക്ഷൻസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഡിസൈൻ്റെ ഒരു ഭംഗി കാണിക്കുന്ന മറ്റൊരു കാറാണിത്. ഷെവറോലെറ്റിൻ്റെ ഇംപാല, അമേരിക്കൻ കമ്പനിയാണ്. മിക്കവാറുമുള്ള പണ്ടത്തെ ഹിന്ദി മൂവീസിലൊക്കെ നമുക്കൊരുപാട് ഈ കാറിനെ കാണാൻ കഴിയുന്നതാണ്. സ്റ്റുഡിബേക്കറിൻ്റെ മറ്റൊരു വ്യത്യസ്ത മോഡലാണിത്. ഇതിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന് 1947, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് ഇത് ഇറങ്ങിയത്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഫേമസ് ഫിസിസ്റ്റ് ആയിട്ടുള്ള CV രാമൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നാണ് ഇവിടേക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാറാണ് ഈ കാണുന്നത്. ഇനി കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള മിലിറ്ററി ഓഫ് റോഡ് വണ്ടികളാണ്. ഒരുപാട് കളക്ഷൻ. ഇതൊരു വ്യത്യസ്തമായ ഒരു ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. ഹാവ്ലിക് എന്ന വണ്ടിയാണ്. വെള്ളത്തിലൂടെയൊക്കെ അനായാസം പോകുന്ന ഒരു ടൈപ്പ് മിലിറ്ററി വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത വണ്ടികളാണ്. ഇതൊരു മോറിസ് ഉഡി 1934 മോഡൽ കാറാണ്. ഇതൊരു വെറൈറ്റി കാറാണ്. അടിപൊളി ലുക്കാണ് ഈ കാറിന്. ഒരു വുഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കസേരയൊക്കെ നെയ്യുന്ന കണക്ക് ഉള്ള ഡോസും വിൻഡോസും ഒക്കെയാണ് ഈ കാറിനുള്ളത്. അതൊരു അടിപൊളി ലുക്കായിരുന്നു ആ കാറിന് കൊടുക്കുന്നത്. അതൊരു വെറൈറ്റി വണ്ടിയായിരുന്നു. ഇത് പണ്ട് കാലങ്ങളിലുള്ള ലോറികളുടെ കുറേ കളക്ഷൻസാണ്. സൈസ് വളരെ ചെറുതായിട്ടുള്ള ലോറികളാണ്. ഇപ്പോഴത്തെ ലോറികൾ കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ ലോറികൾ സൈസ് കുറച്ച് ചെറുതാണ്. ഇനി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ നിയോ ക്ലാസിക് കാറുകളുടെ കളക്ഷൻസാണ്. ബെൻസ്, പിന്നെ അതേപോലെ BMW, അങ്ങനെയുള്ള ഇപ്പോഴത്തെ കുറച്ച് ലെവലിലേക്ക് എത്തുന്ന കുറേ കാർസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു സിപ്പാനി കമ്പനിയുടെ ഒരു കാറാണ് യെല്ലോ മാരുതി. പയന കാർ മ്യൂസിയത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.